ഹായ് ഓൾ, ഏവർക്കും ലിറ്റ്ഷോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ HSST ഇംഗ്ലീഷ് എക്സാം മെയ് മാസം നടക്കാനായി പോവുകയാണ്. ഇതിനോടകം തന്നെ മാർച്ച് മാസം പകുതിയായി. ഏകദേശം ഒരു 1.5 മാസ സമയം മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായ രീതിയിൽ സിലബസ് അനുസരിച്ച് പഠിക്കുന്നവരാവാം, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത്തരം ഈ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ പോകവേ കാരണം നമുക്കറിയാവുന്ന പോലെ ഇതൊരു ക്വാളിഫിക്കേഷൻ അല്ല, കൃത്യമായ ഒരു ജോലിയിലേക്കുള്ളൊരു എക്സാമാണ്. ഈ ഒരു എക്സാം പാസ്സായി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേ സ്കെയിലോട് കൂടിയ രീതിയിലുള്ള ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള ഗുണവശങ്ങളൊക്കെ നന്നായിട്ട് ധാരണയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് വളരെയധികം വളരെയധികം കൃത്യതയോടുകൂടി കൂടുതൽ ടെൻഷൻസ് ഒന്നും ഇല്ലാതെ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ റാങ്കുകളിൽ ഇടം നേടിയെങ്കിൽ മാത്രമേ നമ്മൾ കൂടുതൽ ടെൻഷൻ അടിക്കാതെ തന്നെ ഈ ജോലി എനിക്ക് കിട്ടും. പ്രത്യേകിച്ച് റിസർവേഷനും മറ്റു കാര്യങ്ങളൊക്കെ റൊട്ടേഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ആദ്യ റാങ്കുകളിൽ എത്തിയില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ആദ്യ റാങ്കുകളിലേക്ക് നിങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്താണ് എക്സ്ട്രാ ചെയ്യേണ്ടത്? കാരണം പലരും ചെയ്യുന്ന കാര്യം, നിങ്ങൾക്കിപ്പോൾ ഈ എക്സാമിന് തന്നിരിക്കുന്ന സിലബസ് കൃത്യമായ രീതിയിൽ എല്ലാവരും നോക്കും. ആ തന്നിരിക്കുന്ന പോയം ആയാലും തന്നിരിക്കുന്ന പ്രോസ് വർക്ക്സ് ആയാലും മറ്റ് കണ്ടംപററി ഇഷ്യൂസ് ആയാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ജനറൽ നോളജ്, അങ്ങനെ എല്ലാവരും നോക്കുന്ന രീതിയിൽ നിങ്ങളും ചിലപ്പോൾ നോക്കിക്കാണും. ഇപ്പം നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കും, ഇപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് രീതിയിലാണ് പോകുന്നത്. അതിൽ നിന്നും അത് മാത്രം മതിയോ നിങ്ങൾ ഈ ഒരു ആദ്യ റാങ്കുകളിലേക്ക് എത്തുക? അല്ലെങ്കിൽ ആദ്യ റാങ്കുകൾ സാധാരണ രീതിയിൽ കിട്ടുന്ന കുട്ടികൾ സാധാരണ രീതിയിൽ പ്രിപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായി അവരെന്തായിരിക്കാം ചെയ്യുക? സോ ഈ ഒരു രീതിയിലുള്ള ചിന്തയാണ് നമ്മളെക്കൊണ്ട് പ്രധാനമായിട്ടും ഈ ഒരു കാലയളവിൽ HSST ഇംഗ്ലീഷിന് വേണ്ടി ഒരു MCQ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു സമയം സിലബസ് എല്ലാവരും കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ഷനും ഫോക്കസ് ചെയ്ത് ഫോക്കൽ ഏരിയ മനസ്സിലാക്കി കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് പലരെയും റാങ്ക് ബൂസ്റ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ല രീതിയിലുള്ളൊരു പടിയിലേക്ക്, നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരുക മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. സോ അത് മുൻനിർത്തി നമ്മൾ ലിറ്റ്ഷോർ ഫാമിലി HSSTക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു MCQ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, 2500ഓളം ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ബാച്ചാണ്. PDF മെറ്റീരിയൽസ് ആയിട്ടാണ് നിങ്ങൾക്ക് ആൻസേഴ്സും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും. അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട, ജസ്റ്റ് നമ്മൾക്ക് എവിടെന്നെങ്കിലും ലിറ്ററേച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല തന്നിരിക്കുന്നത്. യഥാർത്ഥ HSST ഇംഗ്ലീഷിന് എന്താണോ സിലബസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്, കേരള PSC എന്താണോ സിലബസ് പ്രൊവൈഡ് ചെയ്യുക, ആ ഓരോ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളെ മുൻനിർത്തി അതിൽ ഏതൊക്കെ തരത്തിൽ ചോദ്യം വരാം. നിങ്ങൾ ആലോചിക്കുന്ന സെറ്റ് പോലെയല്ല HSST എക്സാം ചോദിക്കുക. സെറ്റിൽ ഒരു പെരിഫറൽ ലെവലിലും ചിലപ്പോൾ ചോദിക്കാം. കുറച്ച് ഇൻ ഡെപ്ത് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവാണ് കമ്പാരിറ്റീവ്ലി. എന്നാൽ HSST പോലെ കൃത്യമായ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്കിനെ എത്രത്തോളം ആഴത്തിൽ പോകാവോ. അപ്പോൾ ഒരു കഥയാണെങ്കിൽ ആ കഥയിലുള്ളിൽ ഇറങ്ങിച്ചേർന്ന് അതിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. കാരണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ HSST ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ പോകരുത്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള, അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് വേണം പോകാൻ. അതിന് ഉതകുന്ന രീതിയിലുള്ള MCQ ബാച്ചാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം നിങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ജോലിയിലേക്കുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കാരണം കുറച്ച് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിൽ റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ബാച്ചിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനായി ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ജോലിയിലേക്കുള്ള എക്സാമാണ്, സാധാരണ മറ്റൊരു ക്വാളിഫിക്കേഷൻ എക്സാം അല്ല. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റാണ്. അപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ ഈ ഒരു ലിറ്റ്ഷോർ ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു MCQ ബാങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിലവിലുള്ള പ്രിപ്പറേഷനേക്കാളും എത്രയോ ബെറ്റർ ആക്കി നിങ്ങൾക്ക് ആദ്യ റാങ്കുകളിലേക്ക് തന്നെ ഇടം നേടാൻ സാധിക്കും. സോ ഈ ഒരു സമയം വൈസ് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷോർ അക്കാഡമി. താങ്ക് യു ഓൾ.